മട്ടാഞ്ചേരി മാത്തപ്പം വരണ വഴിയിൽ അവിടെ പുറം തിരിഞ്ഞുള്ളൊരു ഉറക്കം കണ്ടില്ലേ? മേരിയപ്പാടം മേരിയ എഴുന്നേക്കടി പന്നി. എന്നെ തൊഴിക്കാൻ മാത്രം നീ വളർന്നോടാ എരപ്പേ. ക്ഷമീരി ക്ഷമീരി, എന്റെ മസല് കാറ്റിക്കൊണ്ടുള്ള കിടപ്പ് കണ്ടപ്പോ അറിയാതെ ചവിട്ടിപ്പോയതാ. ലാസറേട്ട് നിങ്ങൾ വരട്ടെ, നിന്റെ കാല് രണ്ട് വെട്ടിയടിപ്പിക്കും. പേടിപ്പിക്കല്ലേ നീ. ലാസറേറ്റിന് തടി മാത്രമേ ഉള്ളൂ. അയാക്കട തടിയും എന്റെ പുത്തിയും കൂടി ചേർന്നാല് ഈ ലാസറേറ്റിനാകത്തുള്ളൂ മോളെ. നിന്റെ ഒരു ബുദ്ധി. അല്ലടി മ്യാരി, അയാൾ ഈ പാതിരാത്രി എവിടെ തണ്ടാൻ പോയി കിടക്കാണ്? അയാളെ ഒരു കോഴിയുടെ കാല് വെട്ടാൻ പോയിരിക്കുക. കോഴിഗോപാലൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ അപ്പ ഇന്ന് രണ്ടിലൊന്നും നടക്കും. ഈ ആശാൻ ബുദ്ധിയില്ലാണ്ട് വല്ലതും ചെയ്യുക. അതാ ഞാൻ പറയണത്, അയാളുടെ ബുള്ളറ്റിന്റെ പുറകിൽ ബ്രൈൻ ബാനാണ് ഈ ഞാന്. കോഴിഗോപാലൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് കേട്ട് ഇറങ്ങി ഉടനെ ആശുപത്രിയിലോട്ടങ്ങ് കയറ്റി. ഓ, ഒരു കൈ ഞാനിങ്ങ് വെട്ടിയെടുത്തു. ഇനി വരണത് വെച്ച് കാണടാ മാതപ്പ. മേരെ എന്തോ ഓ നല്ലോണം വലിച്ചു കേട്ടിരിക്കുകയാണല്ലോ. നീ ചോറും കറിയെടുത്ത് വെക്കടേ എന്റെ പൊന്നു മേരെ. എനിക്ക് രണ്ട് പുഴുങ്ങ താരാമൊട്ടെ ഞാരിയേ. ലാസറേട്ടാ, ലാസറേട്ടോ. ആരാ? ഞാനാ ആനന്ദൻ. എന്തായി രാത്രിയില്? അതെ, വന്നേ. ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് ശ്രദ്ധിക്കണം. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? നീ ബാങ്ക് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഇല്ല, ഫർണിച്ചർ ഒന്നും എടുത്തില്ല. ഓ, എന്നാ പിന്നെ അതും കൂടി എടുത്തിരുന്നെങ്കിൽ ആന്ധ്രയിലോ മറ്റേ പോയാലോ ബാങ്ക് തുടങ്ങായിരുന്നല്ലോ. എടാ, ഇതാ പറയുന്നത് കുരുത്തക്കേട് കാണിക്കുന്നതിന് മുമ്പ് തന്തയോട് ആലോചിക്കണമെന്ന്. ശ്രീദേവിയെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. പൊന്നുമോനെ, ആണും പെണ്ണുമായിട്ട് നീ എനിക്ക് ഒന്നേ ഉള്ളൂ. നീ എന്നെ അകാലത്തിന് അമ്പയാത്ര അയക്കരുത്. ജാതി പ്രയോഗിക്കാനായിരുന്നെങ്കിൽ 1-2 ലക്ഷം മാറ്റിയാൽ മതിയായിരുന്നില്ലേ? കൂടി വന്ന ഒരു 50 പവനും. അച്ഛാ, അത് എടുത്തോണ്ടിരുന്നപ്പോ കൊതി തോന്നിപ്പോയി, അതുകൊണ്ടാ എല്ലാം എടുത്തത്. പിന്നെ ലാസ്റ്റ് വല്ല പ്രശ്നം ഉണ്ടാക്കോ? അവന്റെ തുക 50,000 കൊടുത്തു കഴിഞ്ഞതാ. നീ എന്നതാ മുള്ളമ്പന്നി ഒഴുങ്ങി മാറിയിരിക്കുന്നത്? അല്ലാച്ചാനെ, എനിക്കൊരു പുത്തി. എന്താ? കോടിക്കണക്കിന് രൂപയല്ലേ നമ്മൾ അവന്മാർക്ക് വേണ്ടി അടിച്ചു മാറ്റി കൊടുത്തത്.
അതമ്മയുടെ ബാങ്കിലെ പൊന്നും പണമല്ലടാ. അമ്മയുടെ വയറ്റിൽ കിടന്നപ്പ ബുദ്ധി വേണോ തടി വേണോ എന്ന് ദൈവം ലാസറേട്ടനോട് ചോദിച്ചു കാണും. അപ്പൊ ലാസറേട്ടൻ പറഞ്ഞാണ് എനിക്ക് തടി മതിയെന്ന്. അതാണല്ല ഇങ്ങനെയൊക്കെ പറയണത്. ആശാനെ, ആശാന്റെ തടി എന്റെ ബുദ്ധിയും കൂടി ചേർന്നാല് നമ്മക്കാറ്റം ബോംബ് വരെ ഉണ്ടാക്കാം. ഇങ്ങോട്ട് നോക്ക്, അവന്മാരെന്തിനാ അവന്മാരുടെ സ്വന്തം മുതൽ കട്ടുമാറ്റണത്? അപ്പൊ അതിലെന്തോ ചതിയില്ല. അതിനെന്താ പറഞ്ഞു തോന്നാൻ നമുക്ക് തന്നില്ലടാ. രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നെ വയ്യ. ആ വഴി നമ്മ കാണാണ്ട് പോകണ്ട. മുമ്പൊക്കെ പൊന്നും പണത്തിന്ന് പാതി വേണമെന്ന് പറഞ്ഞാലാ നാട്ടുകാരുടെ പൊന്നും പണവുക അവന്മാരടിച്ചു മാറ്റിയത്. അപ്പൊ അതിന്റെ പങ്ക് നാട്ടുകാരായ നമ്മക്കും കിട്ടണ്ടേ? അല്ലെങ്കിൽ നാളെ നമ്മൾ പോലീസുകാരോട് തുറന്നു പറയുമെന്ന് പറഞ്ഞ് അവന്മാരെ പ്യാരിപ്പിക്കാം. വീഴാതിരിക്കത്തില്ല. എന്താ ലാസറേട്ടാ? എന്താന്നോ? അത് കൊള്ളാം. നിങ്ങൾ പറഞ്ഞ പണി മുഴുവൻ നടത്തി കഴിഞ്ഞു. അല്ല, എന്താ അച്ഛനും മോനും ഒരു പേടി? അതെ അതെ, മോന്ത കണ്ടിട്ട് ഹെഡ്ലൈറ്റ് ഫ്യൂസ് ആയതുപോലെ ഉണ്ട്. ഫ്യൂസോ? ഹേയ്, പേടിയൊന്നുമില്ല. നിങ്ങളുള്ളതൊരു ധൈര്യമല്ലേ? ഒരു സ്മോൾ ഒഴിക്കട്ടെ. ഏയ്, എനിക്ക് നിങ്ങളുടെ ഫോറിനൊന്നും പിടിക്കൂല. ഞാൻ മറ്റവനടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഇന്തുമ്മോ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലല്ലേ? ചങ്ക് വാരിപ്പോയാരെ. ചുവായ്ക്ക് ചുവായ്ക്ക്. എനിക്ക് നീ അഡ്വാൻസ് അല്ലേ വന്നിട്ടുള്ളൂ. ബാക്കി ബാക്കിയോ? എനിക്ക് നക്കാപ്പിൽ ഒരു 50,000 രൂപയല്ലേ വന്നുള്ളൂ. അതിന് 50,000 രൂപ പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ചല്ലേ? എടാ കൊച്ചനെ, ഞങ്ങളങ്ങനെ മണ്ടന്മാരാക്കല്ലേ. പോലീസുകാരുടെ വരിക, നിങ്ങളെ പോക്കുക, ഉണ്ണിത്താൻ അറിയുക, നാട്ടുകാരറിയുക, കോടതി കയറുക. കുറഞ്ഞത് 10-20 വർഷം അകത്ത് കിടക്കേണ്ടി വരും കേട്ടാ. ഞങ്ങൾ അതൊക്കെ ശീലിച്ചവരാ. ഉറുപ്പിനും മോനും അത് ശരിയാകുന്നില്ല. അയ്യോ എന്റെ ലാസറേ, അതൊന്നും വേണ്ടാട്ടോ. ആ എങ്കി മര്യാദ കാശാന്റെ പങ്ക് കൊടുത്താൽ. അതെ ലാസറേട്ടാ, ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലേ? എങ്ങനെയെന്ന് തിട്ടപ്പെടുത്താൻ പറ്റും? കൊട്ടയെന്ന് മീൻ പാലെടുക്കുന്ന പോലല്ലേ പൊന്നും പണവും വാരി വാരി എടുത്തത്. കുഴപ്പമില്ല, ചില്ലറ ചിലവുള്ള വകയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വെച്ചില്ലേ? അതവിടെ വെച്ച് ഇത് വേറെ. ബാക്കി ധൈര്യമായിട്ട് എണ്ണിക്കോ. എണ്ണിയൊക്കെ കഴിഞ്ഞ് പൂവപ്പാളം മേരയുടെ നമ്പർ വിളിച്ചാൽ മതി. നമ്പർ നിനക്ക് അറിയാലോ. അപ്പൊ വരാ. വെളുക്കും മുമ്പേ വേണം, ഇല്ല ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോകും. ോ അല്ല, 20യുമായിട്ട് ഓർമ്മ ഇരിക്കട്ടെ. നടക്കാനെ നടക്കാച്ചാനെ. എടാ, നീ ഒരുത്തനാ വേലി കിടന്ന ആ മലമ്പാമ്പിനെടുത്തന്നെ തോളയിലിട്ടത്. കൂടുതൽ നാറിയ നീർക്കോലിയും. എന്റെ ഗുരുവായൂരപ്പാ, ഇതിവിടെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഈ രാത്രി കിടന്ന് ഉറങ്ങുമോ? അപ്പോഴേ നിങ്ങൾ സീരിയലാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ദിവസം കുറേയായി. ഇപ്പൊ പാതിരാത്രിക്ക് ഇവിടെ കിടന്ന് ബഹളം വെച്ച് മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാ. അമ്മേ മിണ്ടാതിരിടി, ഞങ്ങൾ പോവുക. ഞങ്ങൾക്ക് രണ്ടിലൊന്നും അറിയണം. എല്ലാം ശരിയായതിന്റെ സന്തോഷമല്ലേ അമ്മച്ചി ഇത്? അമ്മച്ചിയാ? ഒന്ന് പോടാ അവിടുന്ന്. അയ്യോ അമ്മച്ചല്ലേ ഇത്? എന്താ റോസ്മേരി ഇത്? അമ്മച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ തമ്മിലുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യം? അമ്മയ്ക്ക് എല്ലാം അറിയാന്നേ. അമ്മയ്ക്ക് പ്രശ്നം ഇതുവരെ നിങ്ങൾ ഒരു പേര് പോലും ഇട്ടിട്ടില്ലല്ലോ എന്നാണ്. അയ്യോ അമ്മച്ചിക്ക് ഇതുവരെ പേരിട്ടിട്ടില്ലേ? പേര് ഞാൻ തരാം, മറിയാമ്മ. ബെസ്റ്റല്ലേ? എനിക്കല്ലടോ, സീരിയലിൽ പേരിടുന്ന കാര്യം പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാ. സീരിയലിന്റെ പേരെങ്കിലും ഉടനെ പ്രൊഡ്യൂസർ എഴുതി കാണിക്കണം. സൈലൻസ് 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 സൈലൻസ്. നമ്മുടെ സീരിയലിൽ ഇന്ന് രാത്രി പേരിടാമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? ഞാനിതാ പേര് പറയുന്നു. നല്ല പേരാണെങ്കിൽ കൈയടിച്ച് സ്വീകരിക്കണം. സ്ത്രീധനമാണല്ലോ നമ്മുടെ കഥയുടെ ബേസ്. അതുകൊണ്ട് നമ്മുടെ സീരിയലിന്റെ പേരാണ് 3 കോടിയും 300 പവനും കുത്ത്. ഇനി നിങ്ങൾ പോയി സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറപ്പേ പോണ്ട്. മുതലാളി ആവും. ഞങ്ങളല്ല കിട്ട സാറ് പോയത്. ശരിയാ, കൊണ്ടോട്ടി മാഷേ. ഹലോ, തീരുമാനമായോ? കറക്റ്റ് സമയത്താ മുതലാളി വിളിച്ചത്. ഇപ്പൊ തീരുമാനമായുള്ളു. 3 കോടിയും 300 പവനും. മുതലാളി 3 കോടിയും 300 പവനോ? എന്നാ 6 കോടിയും 600 പവനും ആക്കിയാലോ? അയ്യോ അത് വേണ്ട. 3 കോടിയും 300 പവനും തന്നെ ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് തന്നല്ലേ പറ്റൂ. അപ്പൊ 3 കോടിയും 300 പവനും ഫിക്സ് ചെയ്തു. കുഴപ്പമില്ലല്ലോ.
ഓ എവിടെ തരണമെന്ന് പറ. എവിടെ തരണോന്ന്? എന്തോന്ന്? ചെലവിനുള്ള കാശാ. ആ, മുതലാളി ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുക. അതുകൊണ്ടാണ് അത്രത്ത് പറമ്പില് വന്നാ മതി, ഞങ്ങൾ വരാം. ഓക്കെ? ഞങ്ങൾ വന്ന് മാറിയെന്നോളാം. ഞങ്ങൾ വെള്ള സാറി എന്ന് വാങ്ങിയാ മതി. ഞാനോ? കാണിക്കാൻ പോകുന്നു. ഞാൻ ഈ പണം കൊണ്ട് കൊടുക്കാൻ പോവാ. കുറച്ചു കാലം കൊണ്ട് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹലോ, നസ്രത്ത് പറമ്പ് ഇതല്ലേ? അതെ. ഫോൺ ചെയ്തപ്പോ ഇവിടെ വരാനല്ലേ പറഞ്ഞത്? അയാൾ വന്നില്ലേ? അവരൊക്കെ വീട്ടിലുണ്ട്. നല്ല പിറ്റാ. പറഞ്ഞ പ്രകാരത്തിന് ഞാൻ ചെയ്യുന്നു. അയാളോട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ പിടിച്ചോ? നല്ല കനമുണ്ടല്ലോ പഠിച്ചോന്. ചെലവിന്റെ കാശിന് ഇത്രക്ക് വെയിറ്റാ. എന്റെ കർത്താവേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതേതോ മന്ത്രയുടെ ഹവാലപ്പെട്ടിയാ. ഒറ്റ വെക്കല്ലേ, നേരം വിളിക്കാറായി. ഇതെന്താണ് ഏതാണെന്ന് പിന്നെ ആലോചിക്കാം. ദൈവമേ, ഇത് വെച്ചോണ്ടിരുന്ന എല്ലാരും ഗോതമ്പുണ്ട് നിന്നുണ്ട്. ശരിയാ, ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്ന ഡേഞ്ചറാ. വല്ലയിടത്തും കൊണ്ടുപോയി പെട്ടി കുഴിച്ചിട്ടാലോ? ആ ശരിയാ, ഈ പെട്ടിയിലെ കാശും സ്വർണ്ണത്ത് വേറെ പെട്ടിയിൽ വെച്ചിട്ട് ഈ പെട്ടി അങ്ങ് കുഴിച്ചിട്ടല്ലേ. എടോ, തനക്കറിയോട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. തനക്ക് പങ്കിട്ടേ പോരെ? ഓ, പോരെന്നോ അല്ലേ? സ്വർണം മുഴുവനും എനിക്കും നോക്കണ്ടാ. ഞങ്ങള് നാളെ തന്നെ പോയിക്കോളാം. ഒന്ന് ചുമ്മാ ഇരിക്കല്ലേ. പൊന്നു കണ്ടപ്പോ പെണ്ണിന്റെ മനസ്സ് മാറാണ്ടില്ല. കിടന്ന് ബഹളം വെക്കാതെ ഉറുപ്പ് പറഞ്ഞ ബുദ്ധി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാരും ഒറ്റക്കെട്ടായി നിന്നോണം. ഇത് നമുക്ക് നസ്രത്ത് പറമ്പിൽ കൊണ്ട് കുഴിച്ചിടാം. കുഴിച്ചിട്ടിട്ട് നമ്മളിങ്ങ് പോന്നാലോ? ഇനി വേണ്ട, അമ്മനെ മോളെ കൂടി തൊട്ടടുത്തൊരു കുഴി ഉണ്ടാക്കി അതിനകത്തിട്ട് മൂടാ. ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോ മിണ്ടായിടും. പെട്ടിയിടും. പിടിച്ചോ പിടിച്ചോ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഇതുപോലെ ആരെങ്കിലും പോണ്ടോന്ന് പോയി. ഏലിയാസേ, ഇപ്പൊ ഇവിടെ ഏത് സിനിമയുടെ കളിക്കണ? ഒന്നും മിണ്ടാണ്ടില്ല കൊണ്ടോട്ടി. ഓ, പ്രചോദനം കൊടുത്തിട്ട് 2 വഴിക്ക് നിർത്തിയിട്ടുണ്ട്. ആരും വരില്ല. ആരും വരില്ലെങ്കിൽ ഒരു അരനിമിഷം. മതി മതി, ഈ പെട്ടി വെക്കാനതൊക്കെ മതി. അല്ല, വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെലവിനുള്ള കുറച്ച് കാശെടുത്തിട്ട് വെച്ചാ പോരെ? ആ, അത് ശരിയാ. എന്റെ മോക്കാണെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല. അതിന്ന് കല്ല് വെച്ച 2 വളയും ഒരു മാലയും ഇതാ. അവളൊന്നും ഇട്ടോട്ടെ. ഒരു പെണ്ണെ തള്ളട അണ്ണാക്കിലെ അവലെ പച്ചമുളകും കുത്തിക്കറ്റി പറഞ്ഞേക്കാം. ഇവിടെ വെച്ചുന്ന തണ്ടവാകിന് പുള്ളിയാണ്. അപ്പഴാ അവരെ കല്ല് വെച്ച വളയും മാലയും. എന്റെ കൊണ്ടോട്ടി ഒറ്റ വെച്ച ആളെ കൂട്ടല്ലേ. ആ തള്ളേക്കൊന്നും മിണ്ടായിരിക്കാൻ പറയാം. തെറ്റാതെ സ്ഥാനം നോക്കി വെക്കണേ. അവിടെ ഇരുന്നോ, അപ്പൊ വെച്ച് വെച്ച സ്ഥാനം ശരിക്കും അറിയാൻ പറ്റും. എന്നിട്ട് മനുഷ്യന്റെ ആമാശത്തിന്റെ അതിരും കടന്ന് വൻകുടല് ചെറുകുടലിൽ തിന്നു തുടങ്ങി. ആരെങ്കിലും പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ എന്നെ തറവേക്കല്ലേ ഇളകി പോവും. ജീവിതകാലം മുഴുവൻ ഇരുന്ന് തിന്നാനുള്ള മുതലാണ് ദൈവം തമ്പുരാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നേരം നിന്നില്ലെങ്കിൽ ചത്തൊന്നും പോവില്ല. അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് എനിക്കൊരു സമാധാനമില്ല. എന്തോ ഒരു പന്തികേട്. ഇത്രയും വലിയ എമൗണ്ട് അല്ലേ? ശരിയാ, വല്ലവന്മാരും നമ്മൾ കുഴിച്ചിട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പറമ്പിനടുത്താണെങ്കിൽ ആൾക്കാരുള്ളതല്ലേ. അതവിടെ വെച്ചുകൊണ്ടിരുന്നാൽ രാത്രി ആർക്കും ഉറക്കം വരില്ല. പോയി നോക്കാം. കുരിശിന്റെ ബാപ്പ പിന്നെ അവന് പടച്ചോനെ, കൊരങ്ങന്മാരുടെ കയ്യിൽ മുല്ലപ്പൂന്റെ മാല ഇറ്റിയ പോലായി. പടച്ചോനെ, ഇത്രയും പൊന്നും പണവും ഈ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ മദ്രാസിലേക്ക് സ്ഥലം വിടണം. സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ മലയാള ചിത്രം. ഡയറക്ടർ സാർ പറഞ്ഞതാ ശരി. മദ്രാസിലേക്ക് ചെന്ന ഞങ്ങളുടെ പങ്കുകൊണ്ട് നല്ലൊരു വീടും ഒരു സീലോ കാറും വാങ്ങും. പിന്നെ എന്റെ മോക്ക് തെലുങ്കിലും തമിഴിലും നല്ല ബൂസ്റ്റും കിട്ടും. ഒന്ന് ചുമ്മാ ഇരിക്കല്ലേ.
തമിഴിലും തെലുങ്കിലും ഇവിടുത്തെ പോലത്തെ ബൂസ്റ്റല്ല. അപ്പൊ പിന്നെ ചത്തുപോകും. നിങ്ങൾ നിർത്ത്. നമ്മൾ ആദ്യം മദ്രാസിലേക്ക് പോകുന്ന കാര്യം തീരുമാനിക്കുന്നു. അതിനുള്ള വഴി ആലോചിക്കാം. എന്തേ? ആ പ്രചോദം കുറിപ്പും ചിന്ന പെരുമാളും ചെന്ന് ടിക്കറ്റ് എടുക്കട്ടെ. ഓക്കെ, എന്റെ പരിചയത്തിലുള്ള ഒരു ജീപ്പുണ്ട്, അതും പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം.